നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. നിങ്ങളൊരു കോഫി ലവറാണോ? പല തരത്തിലുള്ള കാപ്പികൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ആരോഗ്യകരമായ ഒരു ചോയ്സാണ് നെയ് കാപ്പി അഥവാ ഗീ കോഫി. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗീ കോഫിയാണ് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഞാൻ കാപ്പിക്കുള്ള വെള്ളം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പേര് പോലെ തന്നെ കാപ്പിക്കൊപ്പം നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഗീ കോഫി. അതായത് കാപ്പിക്ക് പഞ്ചസാരയോ കൃത്രിമ ചേരുവകളോ പാലുൽപ്പന്നങ്ങളോ ഒന്നും നമുക്കിതിലേക്ക് വേണ്ട കേട്ടോ. ആവശ്യത്തിന് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ കാപ്പി ഒന്ന് പകർന്നൊഴിക്കാം കേട്ടോ. അപ്പം നെയ് കാപ്പിയിൽ നെയ്യ് ചേർത്ത് കുടിക്കുന്നത് നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാതെ ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കുന്ന ക്ലീറ്റോസിസ് എന്ന പ്രക്രിയയെ പിന്തുണയ്ക്കുന്നു. അതായത് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. നെയ്യിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾ ദഹന വ്യവസ്ഥയെ എളുപ്പമാക്കും. നെയ്യിൽ അടങ്ങിയ ബ്യൂട്രിക് ആസിഡ് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തലച്ചോറിൽ ഏകദേശം 60% കൊഴുപ്പാണ്. നെയ്യിൽ അടങ്ങിയ ഒമേഗ 3, 6, 9 എന്നീ ആരോഗ്യകരമായ കൊഴുപ്പുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഒരു വ്യക്തിയുടെ മാനസിക വ്യക്തതയെയും ശ്രദ്ധയെയും സഹായിക്കും. ഒരു ഗ്ലാസ് കാപ്പിയിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇത് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ഉന്മേഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരയോ കരിപ്പട്ടിയോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 2. പൊക്കിൾ എന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അമ്മയുമായി കുഞ്ഞിനെ ബന്ധപ്പെടുത്തുന്ന കുഞ്ഞിന് പോഷകങ്ങൾ എല്ലാം ലഭ്യമാക്കുന്നത് പൊക്കിളാണ്. നമ്മൾ ശരീരത്തിലും തലയിലുമെല്ലാം എണ്ണ പുരട്ടാറുണ്ട്. ഇതുപോലെ തന്നെയാണ് പൊക്കിളിൽ എണ്ണ പുരട്ടുന്നത്. ഓരോ ജീവനും ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യ അവയവമാണ് പൊക്കിള്. അമ്മയുടെ പൊക്കിൾക്കൊടി മുറിച്ചാണ് ഓരോ ജീവനും പുറത്തു വരുന്നത്. പൊക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു അറയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ പരിപോഷിപ്പിക്കുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാവുന്നതാണ്. കാൽമുട്ട് വേദനയുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പൊക്കിളിൽ ഇതുപോലെ എണ്ണ പുരട്ടി കൊടുക്കാം. ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സന്ധിവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. നെറുകയിൽ എണ്ണ വയ്ക്കുക, കാലിനടിയിൽ എണ്ണ പുരട്ടുക, അങ്ങനെ തുടങ്ങിയ പല പ്രയോഗങ്ങളും ഉണ്ട്. എന്നാൽ പൊക്കിളിൽ എണ്ണ വയ്ക്കുക എന്ന ഒരു കാര്യം ആർക്കും അങ്ങനെ അറിയത്തില്ല. ടിപ്പ് നമ്പർ 3. ഞാനിവിടെ കുറച്ച് പച്ച ചക്ക എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാമോളം കാണും. അപ്പോൾ നമുക്ക് ഈ പച്ചച്ചക്ക ഒന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണേ. നമുക്കറിയാം, നമ്മൾ പച്ചച്ചക്ക വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ്. ഈ ചക്ക വെച്ചിട്ടാണെങ്കിൽ ജാക്ക് ഫ്രൂട്ട് മിൻറ്റ് സ്മൂത്തി, ബാർബിക്യൂ, ജാക്ക് ഫ്രൂട്ട് സാൻഡ്വിച്ച്, ജാക്ക് ഫ്രൂട്ട് ട്യൂണ മെൽറ്റ് സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് മാംഗോ സ്മൂത്തി, അങ്ങനെ പല തരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും സാധാരണക്കാർക്ക് ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല എങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രമേഹമുള്ളവർക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം. ചക്ക ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ച് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ക്രീമി ടെക്സ്ചറിലാണ് കിട്ടുന്നത്. അപ്പം ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് അരച്ച് എടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലോട്ട് ഈ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ചക്കയുടെ ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഏകദേശം 2 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി പിന്നീട് കുഴയ്ക്കുമ്പം ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ എങ്ങനെയാണോ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് അതേമാതിരി നമുക്ക് കുഴച്ചെടുക്കാം. പുറമേ നമ്മളിതിലേക്ക് വെള്ളം മാത്രം ചേർക്കുന്നില്ലെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ കുഴച്ച് എടുത്ത ചപ്പാത്തി ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ് ഇതെല്ലാം കാണിക്കാത്തത്. ഇനി ഈ ചപ്പാത്തി നമുക്ക് ചുട്ട് എടുക്കാം കേട്ടോ. സാധാരണ എങ്ങനെയാണോ ചപ്പാത്തി ചുടുന്നത് അതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ചക്കപ്പുഴുക്ക് പ്രമേഹം നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പച്ചച്ചക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാര്യമായി താഴ്ത്തുമെന്നും ഇൻസുലിൻ മരുന്നും ഡോസും ഒക്കെ പാതിയായിട്ട് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഒക്കെ നമുക്ക് ഏകദേശം അറിയാം.
അതുപോലെ തന്നെ ഗോതമ്പ് കഞ്ഞിയുടെയും ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു മടുപ്പിൽ നിന്നും ഒരു മോചനവും നമുക്ക് കിട്ടും. ഇതുപോലെ ഇടയ്ക്കൊക്കെ ചക്ക വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറവ് വരും എന്നതിനാൽ പ്രമേഹത്തിൻ്റെ മരുന്നുകളോ ഇൻസുലിനോ ഒക്കെ എടുക്കുന്നവർ ഡോക്ടറെ കാണുകയും കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയും മെഡിസിൻ എടുക്കുകയും വേണം. ഷുഗർ ലെവലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ചക്കയുടെ കൂടെ മരുന്നും ഇൻസുലിനും ഒക്കെ ചേർന്ന് പഞ്ചസാരയുടെ അളവ് തീരെ കുറഞ്ഞു പോയാൽ അത് നമ്മളെ അപകടത്തിലേക്ക് നയിക്കും. ഇതുപോലെ ചക്ക വെച്ചിട്ട് നല്ല കിടിലൻ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ചക്ക തീരുന്നതിന് മുന്നേ ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 4, ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ടേ, അതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയുടെ കൂട്ടത്തിൽ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടുകെണ്ണയാണ്. അപ്പം ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് ഏകദേശം 1 ടേബിൾ സ്പൂൺ കണക്കിലും മതിയാകും. ഇപ്പം മിക്കവരിലും മുട്ടുവേദന സർവ്വസാധാരണമാണ്. നേരത്തെ ഉണ്ടായ പരിക്കുകൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഉളുക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് കാൽമുട്ടുവേദന ഉണ്ടാകാം. മാത്രമല്ല ഇത് അതിൻ്റെ എന്താ പറയുക, തീവ്രത കാരണം ദൈനംദിന പ്രവർത്തനങ്ങളെ, അതായത് നമുക്ക് ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നു. മുട്ടുവേദനയ്ക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു പരിഹാര മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കടുകെണ്ണയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മുട്ടിൽ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ടവൽ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ടൊന്ന് വെക്കുക. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴേക്കും മുട്ടുവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ. ടിപ്പ് നമ്പർ 5, തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നത് അടുക്കളയിൽ അറിഞ്ഞു തുടങ്ങി. നമ്മൾ എത്ര പിശുക്കി കറി വെച്ചാലും ഒരു ദിവസം 2 തേങ്ങയോളം എങ്കിലും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മൾ. അപ്പോൾ നേരത്തെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിരുന്ന മീൻകറിയൊക്കെ ഇന്നിപ്പം മുളകിട്ട് വെച്ച് തുടങ്ങി, പൂരിയൊക്കെ ഗെറ്റ് ഔട്ടായി. പഴയ വെളിച്ചെണ്ണയുടെ മണമോ രുചിയോ ഒന്നും ഇപ്പോഴത്തെ വെളിച്ചെണ്ണയ്ക്ക് ഇല്ലാത്തതും എല്ലാവരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിച്ചോളൂ എന്ന് ഓർമ്മിപ്പിക്കാറുണ്ട്. കുട്ടികളുടെ ഇഷ്ടപലഹാരമായ പൂരിയും എണ്ണക്കടികളും ഒക്കെ ഇനി കുറച്ചു കാലം വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടിയതുപോലെ തന്നെ ചിരട്ടയ്ക്കും പൊന്നും വിലയാണിപ്പോൾ. ചിരട്ടയുടെ ഉപയോഗങ്ങളും ഗുണങ്ങളും എത്ര പറഞ്ഞാലും തീരത്തില്ല. ഇതിന് മുമ്പിട്ട 2 വീഡിയോയും ചിരട്ടയെക്കുറിച്ചുള്ളതായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ചിരട്ട കത്തിച്ചുണ്ടാക്കുന്ന ചിരട്ടക്കരി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നും അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. ഇതേപോലെ കുറച്ച് കളറൊക്കെ മങ്ങിപ്പോയ നമ്മുടെ പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് കരി വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലേക്ക് കുറച്ച് ചിരട്ടക്കരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തൊന്നും ഇപ്പോൾ ആരും ചെയ്യത്തില്ല. പണ്ട് കാലത്ത് നമ്മുടെ പാരൻസൊക്കെ ഈ ചിരട്ടക്കരിയൊക്കെ വെച്ചിട്ടായിരുന്നു പാത്രങ്ങളൊക്കെ വൃത്തിയാക്കിയിരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുണ്ട് കഴുകി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. മങ്ങിപ്പോയ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ചിരട്ടക്കരി വെച്ചിട്ട് അനായാസം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അല്പം ചിരട്ടക്കരി ഒന്ന് പൊടിച്ചൊന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് ചിരട്ടക്കരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് അല്പം റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചിരട്ടക്കരിയിൽ ഒരു നല്ല തരിതരിപ്പുള്ളത് കൊണ്ട് ഇത് നല്ലൊരു സ്ക്രബ്ബറായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ചിരട്ടക്കരി ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത്രയ്ക്ക് നല്ല എന്താ പറയുക, നമ്മുടെ ഫേസിനും നമ്മുടെ ചർമ്മത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പം ഇത് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഫേസിലും കയ്യിലും കാലിലും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ആ ഒരു ഡെത്ത് സ്കിന്നൊക്കെ പോയിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആകാൻ ചർമ്മത്തിന് നല്ലൊരു തിളക്കം കിട്ടാനും സഹായിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ഇനി വെളിച്ചെണ്ണയുടെ വില ഓർത്താൽ മീൻ ഫ്രൈ ചെയ്യാനേ തോന്നത്തില്ല അല്ലേ. അപ്പം നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഇതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില വിതറിയതിന് ശേഷം നമ്മൾ വറുക്കാനുള്ള മീൻ ഇങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഒത്തിരി എണ്ണ കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് എണ്ണ മതി. നമ്മൾ ഈ കടുവൊക്കെ പൊട്ടിക്കാൻ എടുക്കുന്ന അത്രയും എണ്ണ മാത്രം മതി. നമുക്ക് കുറേ അധികം മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളിനി ചിലർക്കൊക്കെ ആണെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ മീൻ വറക്കണം അങ്ങനെ നിർബന്ധമൊക്കെ ഉള്ളവർ ഉണ്ടാകും. അപ്പോൾ അവരെ പോലെ ഉള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ പിടിച്ച വിലയുള്ള സമയത്ത് ഇതുപോലൊന്ന് മീൻ ഫ്രൈ ചെയ്തിട്ട് നോക്കണേ.